ഹലോ, റിൻഷ ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നന്ദി കേട്ടോ. അത് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഇത്രത്തോളം എന്താ പറയുക റെസ്പോണ്ട് കിട്ടുന്നു. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ദിവസം നമുക്ക് സ്പെഷ്യൽ ഡേ തന്നെയാണ്, പക്ഷേ ഇന്ന് നമുക്കൊരു കൂടുതൽ സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. നമ്മളെ എന്താ പറയുക, ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ സന്തോഷിച്ച നിമിഷം ഉണ്ടാവില്ലേ, അതുപോലെ നമ്മളൊരു അമ്മയാവുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഫസ്റ്റ് അമ്മയായപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷിച്ചു സങ്കടമൊക്കെ വന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് രണ്ടാമത്തെയാണ്. അപ്പോൾ അത് നമ്മൾ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു കുഞ്ഞിനെ നമ്മൾ ജന്മം നൽകുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ ഇപ്പോൾ കഴിക്കണതും പൊറാട്ട തന്നെയുണ്ട്. നമ്മൾ പുതിയ വീട്ടിലേക്ക് ഇരുന്നിട്ട് 2-3 എന്താ പറയുക ഒരു 3-4 ദിവസമായിട്ട് നമുക്ക് പൊറാട്ട മാത്രമല്ല കേട്ടോ, ദോശ ഉണ്ടാക്കലുണ്ട് ഉമ്മ, പത്തിരി, അങ്ങനെ ചപ്പാത്തി, അങ്ങനെ കേട്ടോ. ഇപ്പോൾ ഇത് ഇന്നലെ രാത്രി നമുക്ക് ചോറ് ഫുഡ് നമ്മൾ എന്താ പറയുക തികഞ്ഞിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പൊറാട്ട കൊണ്ടിച്ചു. അപ്പോൾ അത് രാവിലേക്ക് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കുറച്ച് ചൂടാക്കിയിട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, കടി അപ്പം ഉണ്ട്, ദോശ ചുട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പൊറാട്ട പിന്നെ വീട്ടിൽ കണ്ടാൽ നമ്മൾ കഴിക്കാതിരിക്കൂലല്ലോ. പിന്നെ എന്താ പറയുക, ഒരു 7 മണിക്ക് ശേഷം ഒന്ന് രാത്രി പൊറാട്ട കഴിക്കാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. വലിയ വർത്താനൊക്കെ ഞാൻ പറയും ഇങ്ങനെ 7 മണിക്ക് ശേഷം പൊറാട്ട കഴിക്കാൻ പറ്റില്ല, 2 പൊറാട്ട കഴിക്കണം, 1 പൊറാട്ട ആക്കിയ ആളായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 5-6 ദിവസമായിട്ട് രാവിലെ പൊറാട്ട, വൈകുന്നേരം പൊറാട്ട, രാത്രി പൊറാട്ട, അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പാലൂർക്ക് പോകണമെന്ന് കരുതി നല്ല സെലിബ്രേഷൻ നടത്തണമെന്ന് കരുതിയതാണ് കേട്ടോ. പക്ഷെ നമ്മൾ കുടിയിരിക്കലിൽ ഈ ഒരു ഇടയിൽ പെട്ടിട്ട് എനിക്ക് അലർജി നല്ലോണം പെട്ടു കേട്ടോ. ഒരു 101 തുമ്പലേലും ഞാൻ തുമ്പിയിട്ടുണ്ടാവും. അലർജി എനിക്ക് അധികമായി. അങ്ങനെ ഞാനും നമ്മൾ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനും ഞങ്ങളും താത്താരും കുട്ടികളും എല്ലാവരും പാടിയാണ് കേട്ടോ. അത്യാവശ്യം വലിയ സാധനങ്ങളൊക്കെ അങ്ങനെ ആൾക്കാർ കൊടുന്ന് റോട്ടിലേക്ക് എത്തിച്ച്, പിന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞാനും താത്താരും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പാടത്തേക്ക് എത്തിച്ചത് നമ്മൾ പുതിയ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിൽ എനിക്ക് അലർജി നല്ലോണം പെട്ട്, പിന്നെ നമ്മൾ സാധനം കൊണ്ടുവരുമ്പോഴൊക്കെ നല്ല തുമ്പലും ഇതുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഉമ്മ ഒറ്റ കഷ്ടപ്പെടണ നമുക്ക് കണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും പാടി കൂടിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടേക്ക് എത്തിച്ചു കേട്ടോ. പിന്നെ അതാ ഉമ്മ ഈ എന്താ പറയുക പെട്ടെന്ന് ഈ പത്തിരി ഉണ്ടാക്കണം, ഉച്ചക്കാട്ടി പത്തിരി ഉണ്ടാക്കണത് നമുക്ക് കുടിയിരിക്കലിൽ വരാൻ പറ്റാത്ത നമ്മളൊരു വരുന്നുണ്ട് കേട്ടോ. ഉമ്മയുടെ ആങ്ങളെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുടിയിരിക്കലിൽ വരാൻ പറ്റിയില്ല. അപ്പോൾ ഉമ്മ പെട്ടെന്ന് ഉമ്മക്ക് ഒരാൾ വരുന്നുണ്ട് പറഞ്ഞാൽ എന്ത് നമുക്ക് സന്തോഷമാണെങ്കിലും ഉമ്മക്ക് ഒരു വെപ്രാളാട്ടോ. എന്നോട് പറയുന്നുണ്ട് ചിക്കൻ കിട്ടുമോ, പൊറാട്ട കിട്ടുമോ, അതോ പഴംപൊരി ഉണ്ടാക്കാൻ പാടില്ലല്ലോ, എന്താ കാട്ടുക. ഞാൻ പറയുമ്പോൾ ഒന്ന് സമാധാനപ്പെടും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. എന്നോട് വഴി ചോദിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ നമുക്ക് സമയമുണ്ട്, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാറ്. അപ്പം ഉമ്മ വേഗം പത്തിരിക്ക് എന്താണ് ഉരുളൊട്ടിയിട്ട് ഉമ്മ അത് പരത്തിയതാ. താത്തതാ ചിക്കന് ഇവിടുന്ന് എടുത്തുനിന്ന് വിളിച്ചപ്പോൾ നമുക്ക് ചിക്കൻ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പഴയ വീട്ടിൻ്റെ അവിടുത്തെ ആൾക്ക് വിളിച്ചപ്പോൾ ഓല് കൊടുന്നരാ പറഞ്ഞു കേട്ടോ. അങ്ങനെ അതിക്ക് തേങ്ങ അരച്ചിട്ട് നല്ല സെറ്റാക്കി വെച്ച്. പിന്നെ നമ്മൾ ചെറിയ ജോലിയൊക്കെ നമ്മളും ചെയ്യും കേട്ടോ. നമ്മൾ എന്താണ് വെള്ളം കലക്കാട്ടോ, ഞാൻ വെള്ളം കലക്കി വെക്കുന്നുണ്ട്, ഓല് വരുമ്പോഴത്തേന് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഇതാ വേഗം ആവാൻ വേണ്ടിയിട്ട് 2 ചട്ടിയൊക്കെ ഗ്യാസമ്മ വെച്ചിട്ടാട്ടോ ഉമ്മ ഉണ്ടാക്കണത്. ഉമ്മ അല്ല കേട്ടോ, താത്ത ഉണ്ടാക്കണത്. ഉമ്മ ഇവിടെ ചിക്കൻ എന്താ പറയുക ശരിയാക്കുന്നുണ്ട്, മസാല ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഉമ്മാക്ക് ഇനിയിപ്പോൾ നമ്മൾ അകന്നുള്ള ബന്ധം, നമ്മൾ അടുത്ത ബന്ധമായാലും അകന്ന ബന്ധമായാലും എന്താ പറയുക, ആരും ഉമ്മാക്ക് വരികയാണെങ്കിലും ഉമ്മ സൽക്കരിക്കും കേട്ടോ. അതുപോലെ തന്നെ എനിക്കും എൻ്റെ താത്താർക്കൊക്കെ ആ ഒരു ശീലം തന്നെ കിട്ടിക്കണം കേട്ടോ. നമ്മൾ ആര് വന്നാലും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെ നമ്മളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ സെറ്റാക്കണത് ഇതാ നമ്മൾ സെലിബ്രേഷൻ നടത്തണില്ല എന്ന് കരുതിയത് തന്നെയാണ് കേട്ടോ. പക്ഷെ താത്താരെ കുട്ടികളെല്ലാവരും ഇല്ലേ, അപ്പോൾ ഒരു കുഞ്ഞ് കേക്ക് വാങ്ങാതെ കരുതിട്ടോ. അപ്പോൾ ഇവിടെ കുന്നക്കാവ് പോയി അവിടെ കടയിൽ നമുക്ക് കേക്ക് കിട്ടും കേട്ടോ. നമ്മൾ വിളിച്ച് പറയുന്ന ആൾക്ക് ചിലപ്പോൾ ഇപ്പോൾ വിളിച്ച് പറഞ്ഞാൽ കിട്ടുമല്ലേന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുന്നക്കാവിക്ക് പോയിട്ട് വാങ്ങാമെന്ന് കരുതി കേട്ടോ. താത്താരും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ മുറിക്കണില്ല എന്ന് കരുതിയതാണ് കേട്ടോ. പക്ഷെ ഓല് ഷേസുവിൻ്റെ ബർത്ത്ഡേ അല്ലേ, നമുക്ക് കേക്ക് എന്തെങ്കിലും വാങ്ങാം, മുട്ടായി വാങ്ങാമെന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിയിട്ട് മുറിക്കാമെന്ന് കരുതിട്ടോ. പിന്നെ ഞാൻ ഈ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ അധികം മേക്കപ്പ് ഒന്നും ചെയ്യില്ല കേട്ടോ. കാക്കുണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ കാക്കുണ്ടാകുമ്പോൾ ഫുള്ള് സെറ്റായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് നടക്കുക. പക്ഷേ കാക്കൊന്നും ഇല്ലെങ്കിൽ ഞാൻ അധികം മുഖത്തൊന്നും ഇടലില്ല കേട്ടോ. പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ലോണം മാറ്റിയിട്ടാണ് പോകുക, നല്ലോണം പൊട്ടി അടിച്ചിട്ട്
വെച്ചിട്ടാനായിട്ട് പോവുക. അത് പിന്നെ നമ്മൾ മേക്കപ്പ് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ലല്ലോ. നമ്മൾ മേക്കപ്പ് ചെയ്ത മുഖത്തിന് നമുക്ക് ഇഷ്ടമാക്കാനും പിന്നെ നമ്മൾ നോർമൽ മുഖത്തിന് നമ്മൾ ഇഷ്ടപ്പെടും. രണ്ടും നമ്മൾ തന്നെയാണ്. രണ്ടിനും നമ്മൾ ഇഷ്ടപ്പെട്ടാൽ വലിയ പ്രശ്നമല്ല. അല്ലാതെ ഏത് ടൈമിൽ നമ്മൾ മേക്കപ്പ് ഇട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് നടക്കണമെന്ന് പറഞ്ഞാൽ അത് എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. ഏത് സമയവും ലിപ്സ്റ്റിക്കും നമ്മൾ വീട്ടിലിരിക്കുന്ന ടൈമിലൊന്നും അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഫൗണ്ടേഷനൊന്നും ഇട്ട് നടക്കണം എനിക്കിഷ്ടമല്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് നമ്മളൊരു ജസ്റ്റ് ഒരു പൗഡർ ഇടുക, ലിപ് ബാം ഇടുക, പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കണ്ണെഴുതുക, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇതാ ഈ ഐബ്രോ എനിക്ക് തീരെ ഇല്ല കേട്ടോ. ഐബ്രോ ഞാൻ പണ്ടൊന്നും എഴുതിയിരുന്നില്ല. പക്ഷെ ഇപ്പം ഇങ്ങനെ എപ്പോഴും നമ്മൾ യൂട്യൂബിൽ ഓരോ മേക്കപ്പ് വീഡിയോയും അങ്ങനെയൊക്കെ കാണാൻ തുടങ്ങിയിട്ട് അപ്പോലൊക്കെ നന്നായിട്ട് കണ്ണൊക്കെ എഴുതിയിട്ട് അത് നല്ല അടിപൊളിയാട്ടോ. ഓരോരുത്തർ കണ്ടിട്ടില്ല, നല്ല കണ്ണൊക്കെ എഴുതിയ പിരികൊക്കെ എഴുതിയിട്ട് നല്ല സെറ്റാക്കിയിട്ട് പിന്നെ നമ്മൾ കറണ്ട് അവിടെ നിന്ന് പോയിട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് വന്നിട്ട് കണ്ണെഴുതാൻ കേട്ടോ. നമ്മൾ ഈ എഴുതുന്ന കണ്ണൊന്നുമല്ല കേട്ടോ. ഞാൻ നല്ലോണം മേലടിയിലും നല്ലോണം എഴുതിയിരുന്നു കേട്ടോ കണ്ണ്. അത് കാരണം തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക, കണ്ണിൻ്റെ ഇടയിൽ കറുപ്പ് കളറുണ്ട് കേട്ടോ. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടുകയാണ്. പിന്നെ നമ്മളിതാ മാറ്റി സെറ്റാക്കി നല്ലൊരു പച്ച ചുരിദാർ ഇട്ടിട്ടിരിക്കണത്. ആദ്യമൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആദ്യമൊന്നും ഇങ്ങനെ ചുരിദാർ വലിയ ട്രെൻഡ് ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഇങ്ങനെ പാൻറ്റ് ടോപ്പ് ജീൻസ് ടോപ്പ് അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഏത് ജീൻസും ടോപ്പ് ഇടുന്ന ആൾക്കാരടക്കം ഇപ്പോൾ ചുരിദാറിൻ്റെ പിന്നാലെയാണ്. ഇപ്പോൾ എല്ലാവരും ചുരിദാറാണ്. അപ്പോൾ നമ്മൾ നല്ല ചുരിദാറൊക്കെ ഇട്ട് പിന്നെ താത്താൻ്റെ മൂത്ത കുട്ടീനെ ഞാൻ എൻ്റെ ഒപ്പം കൊടുന്നിക്കണം കേട്ടോ. കാരണം എന്താണ്, എനിക്കൊരു മിണ്ടി പറഞ്ഞ് വർത്താനം പറഞ്ഞ് പോവാമല്ലോ. പിന്നെ ഓലെല്ലാവരും എൻ്റെ പിന്നാലെ പോന്നാൽ ശരിക്കും നമുക്ക് എന്താ പറയുക, പോയിട്ട് പെട്ടെന്ന് വരും വേണം. കാരണം നമ്മൾ ഇങ്ങോട്ട് പോരുന്ന വഴിയിൽ നമ്മൾ വരുന്നേരം കണ്ടു കേട്ടോ. അപ്പം ഞാൻ ഇപ്പം വരാം, ഒരു 10 മിനിറ്റ് നിങ്ങൾ ഇരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ മണ്ടി പാഞ്ഞ് പോകുന്നതാട്ടോ. പിന്നെ നമുക്ക് ചെറിയൊരു ഓട്ടോറിക്ഷ കെട്ടിയോണ്ട് നമ്മൾ കുന്നക്കാവിൻ്റെ ഒരു പകുതി വരെ ഓട്ടോറിക്ഷയിൽ പോകുന്നു കേട്ടോ. പിന്നെ ഇതാ ഈ കട എന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത കടയാണ് കേട്ടോ. നമ്മൾ ഉദയേട്ടൻ്റെ കടയെന്നാട്ടോ പറയൽ. നമ്മൾ സ്കൂൾ പഠിക്കണൊക്കെ ടൈമിൽ ഒരുപാട് ഇവിടെ വന്ന് അവിൽ മിൽക്കും പിന്നെ എന്താ പറയുക ചായയും കടിയും ഐസും കോലുമുട്ടായും ഒക്കെ വാങ്ങണ സ്ഥലമാണ് കേട്ടോ. അവിടെ നിന്ന് കേക്ക് വാങ്ങിയിട്ട് നമ്മൾ പോകുന്നു കേട്ടോ. പിന്നെ നമ്മൾ വന്ന് ഓലോട് സംസാരിച്ച് ഓല് പോയതിന് ശേഷം ഇതാ പിന്നെയും പത്തിരിയും പൊറാട്ടയാണ് കേട്ടോ. പത്തിരിയും പൊറാട്ടയും പിന്നെ അപ്പോൾ പൊറാട്ട കണ്ടാൽ പിന്നെ അതന്നെ കഴിക്കൂട്ടോ. അത് കഴിച്ചു. പിന്നെ അത് നമ്മൾ ഷേസു ബേബിനെ മാറ്റി സെറ്റാക്കിയിട്ട് ഇതാ ഓന് ഈ ഷൂ ഇട്ടുകൊടുത്ത ഷൂ അല്ല എന്താ പറയുക, ഇതൊരു പി പറയുന്ന ചെരുപ്പാട്ടോ. ഇതിട്ട് കൊടുത്താൽ പിന്നെ അതുമ്മ തന്നെ കാരം പി പറഞ്ഞിട്ട് ഞാൻ പറയണൊന്നും ശ്രദ്ധിക്കണില്ല കേട്ടോ. പിന്നെ അതാ നമ്മൾ കേക്ക് ഇതാ കുഞ്ഞ് കേക്കാട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് മുറിക്കാൻ നിൽക്കാം കേട്ടോ. ഓൻ എന്തായാലും ഭയങ്കര സന്തോഷത്തിലാട്ടോ. കാരണം താത്താൻ്റെ കുട്ടികളെല്ലാവരും ഇല്ലേ. പിന്നെ നമ്മൾ റയ്യാൻ കുറച്ചൊന്ന് പിണങ്ങിയിട്ടാട്ടോ. കാരണം ഓനോട് ഞാൻ പിടിക്കുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ അപ്പോൾ ഓനിക്ക് മുറിച്ച് കൊടുക്കണം. ചിലപ്പോൾ ഓനത് മുറിച്ചാൽ ചിലപ്പോൾ നിലത്തേക്ക് വീഴും. അതുകൊണ്ട് ഞാനവിടെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെയും തെറ്റിക്കുത്തിരിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല സന്തോഷത്തിൽ ഇത് 2 വയസ്സായിട്ടോ. മാഷാ അല്ലാഹ് എൻ്റെ പൊന്നുമോൻ ആയുസ്സും ആരോഗ്യ ആഫിയത്തൊക്കെ ഉള്ള നൽകട്ടെ. പിന്നെ അതാ നമ്മൾ കേക്കൊക്കെ മുറിച്ച് നല്ല സന്തോഷത്തിൽ ഹാപ്പി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.